ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട പ്രായം ചെന്ന ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്ന് കുടുംബത്തിന് തോന്നിയാൽ സമുദായത്തിൻ്റെ ആചാരമാണെന്ന് പറഞ്ഞ് ആരെയും അറിയിക്കാതെ മക്കൾക്കോ ഭാര്യയ്ക്കോ അയാളുടെ ശരീരം കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യാൻ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടോ? നിയമം നോക്കാതെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം മക്കളും ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ഭാര്യയും വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ ഇപ്രകാരം മറവ് ചെയ്ത ശേഷം സമാധിയാക്കിയ കഥയാണ് നെയ്യാറ്റിൻകര ഗോപൻ്റെ കഥ. പരാതികൾ ഉയർന്നു. പരാതികൾ രേഖാമൂലം തന്നെ പോലീസിൻ്റെ മുന്നിലെത്തി. നാട്ടുകാർ കൂടി, മാധ്യമങ്ങളെത്തി. ഗോപനെ സമാധിയിരുത്തിയ കുടുംബത്തിൻ്റെ അജ്ഞതയും അന്ധമായ വിശ്വാസങ്ങളും മുതലെടുക്കാൻ വേണ്ടപ്പെട്ട സംഘങ്ങളും എത്തി. പ്രശ്നം ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്നും കേരള ഹൈക്കോടതി കയറി. ഗോപൻ സ്വാമിയുടെ കുടുംബത്തിൻ്റെ വക്കീലും പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ BJP നേതാവാണ് വക്കീൽ. വക്കീലിൻ്റെ ഉപദേശം കൊണ്ടാണോ എന്നറിയില്ല, ചോദ്യങ്ങൾ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുമ്പോഴൊക്കെ അമ്മയും മക്കളും ശിവഭജനം പാടി. അറ്റ കൈക്ക് അന്യമത വിദ്വേഷവും വിളമ്പി. ഗോപൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ച കോടതി അന്വേഷണ നടപടികൾ തടഞ്ഞില്ല. കല്ലറ പൊളിച്ച് ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. മരണം സ്വാഭാവികമോ അല്ലയോ എന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ അന്തിമ രാസപരിശോധനാ ഫലം വരും വരെ കാത്തിരിക്കണം. പ്രാഥമിക പരിശോധനയിൽ ഒന്നും കണ്ടില്ല എന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ട് കുടുംബവും പിന്നാലെയുള്ള സംഘങ്ങളും ഗോപൻ്റെ സമാധി വിപുലമാക്കാൻ ഒരുങ്ങുകയാണ്. നാട്ടിലെ നിയമ സംവിധാനത്തെ കാറ്റിൽ പറത്തിയും വർഗീയത ഇളക്കി ഗോപൻ്റെ മരണം നേട്ടമാക്കാൻ ഒരുങ്ങിയത് സംഘപരിവാർ ശക്തികളാണോ? കുടുംബത്തിൻ്റെ വക്കീലിൻ്റെ ഭാരവാഹിത്വം മറച്ചുപിടിക്കാൻ BJPക്ക് കഴിയുമോ? ഹിന്ദു സംഘടനകളോട് ആലോചിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്ന കുടുംബത്തിൻ്റെ പ്രതികരണങ്ങൾക്ക് എന്താണ് മറുപടി? ഗോപൻ്റെ സമാധിയിലൂടെ ഉയരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ത്? നെയ്യാറ്റിൻകര ഗോപൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിലെ ദുരൂഹത നീങ്ങിയോ?